ക്യാമറ ഓൺ ആയി. അപ്പൊ നമ്മള് ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തുവായിരുന്നു, കഴിഞ്ഞ നമ്മൾ മുട്ട മുരിയായിരുന്നു. മുട്ട മുരിച്ചിട്ട് ഭയങ്കര സപ്പോർട്ടാണ് ഗൈസ് കിട്ടിയത്. അതും 2 വർഷം മുമ്പ് കിട്ടിയതാണ്. അതിന് കിട്ടിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ 40 രൂപ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. അപ്പൊ നമ്മളിന്ന് സ്പെഷ്യൽ പുതിയൊരു കാര്യം ഇടാൻ പോവുകയാണ്. അതിന്റെ പേരാണ് ഇത് ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് സ്പൈസ് മാക്സി എന്നാണ്. ഒരു നൂഡിൽസാണ്, ഭയങ്കര ഏരിയാന്നൊക്കെ പറയുന്നത്. ആദ്യം നമുക്ക് ഇതിന്റെ ആവശ്യം എന്ന് വെച്ചാൽ ഒരു പാത്രമാണ്. പാത്രത്ത് നമുക്ക് അടുക്കളയിലെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടെ തപ്പി പിടിക്കണം. കുറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞാൻ മാതാജിയുടെ സഹായം ചോദിച്ചു. ഇത് കണ്ടുപിടിച്ച് സോപ്പ് ഇട്ട് കഴുകിയിരിക്കുകയാണ്. ഒരു കൈ ക്യാമറ, ഒരു കൈ ഇത് പൊട്ടിച്ചു. ഇതിനകത്ത് എന്തൊരു പാമ്പം കണ്ട് ഇങ്ങോട്ടിടാം. ഇതാണ് ഗൈസ് നമ്മൾ അന്നത്തെ 2 മസാലയാണ്. ഒന്ന് ഓയിലും ഒരെണ്ണം ഇത് ഓയിലും ഇത് മസാല. ഇതാണ് നമ്മളെ ഇതെന്തൊരു മറ്റേ മാക്സ് സ്പൈസി എന്ന് പറയുന്ന നൂഡിൽസിന്റെ ഈ സാധനം. ഇത് മസാല. ആദ്യം നമുക്ക് ഇത് പൊട്ടിക്കാം. ഒരു കൈ ഒരു ക്യാമറ ഈ പറ്റത്തില്ല. ഇതിനെ 2 ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഇത് ഒരെണ്ണം വെച്ച് പറ്റത്തില്ല ഇത് കഴിക്കാൻ. കാരണം അറിയാലോ, സ്പൈസി ഈസ് നോട്ട് ഫോർ മീ. ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ആദ്യത്തെ ഇനി നമുക്ക് ഓയിൽ എടുക്കാം. ഇതാണ് ഓയിൽ. ഫോക്കസ് ആവുന്നില്ല. എന്താന്ന് ചോര നീര്. മറ്റേത് പൊട്ടി എനിക്ക് പ്രത്യേകതയുള്ളൂ ഗൈസ്, മഞ്ഞന്ന് കൊല്ലും. അപ്പൊ ഗൈസ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൈ മൊത്തവും കഴുകിയ പിന്നെ പോകത്തില്ലേ. അപ്പൊ ഇതാണ് ഗൈസ് ഫൈനൽ ഔട്ട്. ജാപ്പനീസ് ബ്രാൻഡായ നിസിൻ കഴിച്ചു നോക്കാം. നമുക്കിനി വെള്ളം നിറച്ച് ചൂടാക്കി വെക്കാം. നമുക്ക് ഫൈനൽ ഔട്ട് കാണാം ഗൈസ്. ചൂടാക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി വെള്ളം നിറച്ചപ്പോൾ ഇതിന്റെ മണമെല്ലാം കൂടെ കയറി മൂക്കിൽ എരിവായി. ആരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യരുത്. ഇത് നമ്മൾ പ്രത്യേക സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. നമുക്കിനി ഇത് കത്തിക്കാനായിട്ട് നമ്മൾ ഇത് പ്രസ് ചെയ്യുക, ഇങ്ങനെ ആക്കുക. പെട്ടെന്ന് എടുത്തിട്ട് ഗ്യാസ് ഇത്ര ഉള്ളതുകൊണ്ട് നമുക്കിനി 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് മതി. എന്നാലും ഈ ഗ്യാസിന് 1.5 മണിക്കൂറാണ് ഗ്യാസ് വേണ്ടുള്ളത്. അപ്പം നമുക്ക് ഇതെല്ലാം വറ്റിയിട്ട് നമുക്ക് കാണാം. നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. അടുക്കാൻ വയ്യ. ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഇത് ഏരിയ അങ്ങ് അടിച്ചു കയറും. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ദിസ് ഹോം. മുട്ട പൊരിക്കുന്ന വീഡിയോ കാട്ടി സപ്പോർട്ട് എല്ലാവരും തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കഴിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു സ്റ്റീൽ കഴുകിയ പാത്രമാണ്. ആൻഡ് ഇതെന്ന് വെച്ചാൽ ഇതിങ്ങനെ അലക്കുമ്പോൾ മൂക്കിൽ ഇങ്ങനെ അടിച്ച് കയറും. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 8-ാം തീയതിയാണ്. തിങ്കളാഴ്ചയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഇത് ശനിയോ ഞായറോ വല്ലോ ആയിരിക്കും ഇടുന്നത്. കാരണം എനിക്കൊന്നും നമ്മളിത് എടുക്കാൻ പോകുകയാണ്. കുറച്ച് വെള്ളം കൂടെ ഉള്ളൂ. ഇത് നമ്മുടെ മൈൻഡ് ആക്കുന്നില്ലതാ. ഇച്ചിരി വെള്ളം കൂടെ ഉള്ളൂ. അത് നമ്മളെ മൈൻഡ് ആക്കാതെ നമ്മൾ എടുക്കുന്നു. നേരത്തെ എടുത്തു കാര്യം. ഇനി എനിക്ക് വയ്യ വെയിറ്റ് ചെയ്യാൻ. ക്ഷമ ഇച്ചിരി കുറവാണ്. നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞു. ചൂടല്ല, തണുപ്പാക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ചൂട് ഒന്ന് ശരിയാക്കി കഴിഞ്ഞ് നമുക്കൊന്ന് കഴിക്കാം. നമ്മുടെ പേരൊന്ന് കുറച്ചൊന്ന് തേച്ച് പോകാം. ഒന്ന് വെച്ച് നോക്കാം. ഇതുവരെ കുഴപ്പമില്ല. ചിലപ്പോൾ ഈ മസാല ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതായിരിക്കും നമ്മൾ എരിവില്ലാതെ കഴിക്കുന്നത്. നമ്മൾ ഒരു ചുമന്ന പാർട്ട് എടുത്തിരിക്കുന്നു. ഒരു ചുമന്ന ഒരു പാർട്ട് എടുത്തിരിക്കുന്നു. അത് നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത് വലുതായിട്ട് എരിയില്ല. എന്നാലും എരിയുള്ള കഴിച്ചു കഴിഞ്ഞ പാത്രമാണ് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളം കൂടെ കുടിച്ച് ഞാൻ സെറ്റായി. പിന്നിലോട്ട് റിവ്യൂ എന്ന് വെച്ചാൽ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുമ്പം എരിയില്ല. കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് ഇരിക്കുമ്പോൾ ഉള്ള എരി കണ്ണ് നിറയും. ഇവിടെ ഒന്ന് എരിയും, പിന്നെ നല്ല എരിവും അരിയും.
പിന്നെ കുറച്ച് പഞ്ചാര, കുറച്ച് ഇതാ ഈ പഴം, കുറച്ച് തണുത്ത വെള്ളം കുടിച്ചാൽ പോകുന്നു ഞാൻ വിചാരിച്ചു, പക്ഷെ പോയില്ല. ഇപ്പോഴും എന്നെ നാക്കിയുണ്ട്. പഴം കഴിച്ച് മാറുമെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞു. ഉമ്മ അടുത്തിരിപ്പുണ്ട്. അപ്പം എല്ലാവരും മേടിക്കുക. എത്ര രൂപ ഇതിനുമ്മ? പിന്നെ വേറെ കാര്യം കൂടെ പറയാൻ മറന്നുപോയി, വയറ് ഒന്നും കൂടെ എരിയും, വയറും കൂടെ എരിയുന്നതാണ് ഇത്. അപ്പോൾ ഇതിന്റെ ഒരു ഒരെണ്ണത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 60 രൂപയാണ്. ഈ വീഡിയോക്ക് 10K ലൈക്ക് അടിക്കുവാണെങ്കിൽ ഞാൻ ജോള ചിപ്പ് കഴിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ.